നിർത്തേ നിർത്തേ. അതെ, വണ്ടി നിർത്ത് ഡ്രൈവറെ, വണ്ടി നിർത്താൻ. ബസ് ഒന്ന് നിർത്ത്. എടാ ഡ്രൈവറെ, ആളിറങ്ങാനുണ്ട്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. നിർത്ത്, ബസ് ഒന്ന് നിർത്താൻ. നിർത്ത് നിർത്ത് നിർത്ത്, ബസ് നിർത്താനാ പറഞ്ഞ. ജോൺ ആയിരിക്കും ഡോൺ, ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ ഫുർഫുറി നഗരം മൊത്തം എന്റെ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കാം. രക്ഷപ്പെട്ടു. ആദ്യമായിട്ട് ജോണിന്റെ വാനോണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായത്. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്റെ ഈശ്വര, ഇത് ജോണാണല്ലോ. നിനക്കൊക്കെ ഇടിച്ചു കയറാൻ എന്റെ നെഞ്ചു കൂടെ മാത്രമേ കണ്ടുള്ളൂടാ. സോറി കുഞ്ഞനിയ, സോറി. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അല്ല, ഈ ബോസ് എവിടെ പോയി? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എടാ മന്ദബുദ്ധി കൊണാപ്പന്മാരെ, നിന്റെയൊക്കെ കണ്ണെവിടെയാടാ? ഞാൻ ഇവിടെയുണ്ട്. സോറി ബോസ്. ജോണിന്റെ മുഖം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഇതെന്താണ്? ഇതാരുടെ വസ്ത്രമാ? ഇതേതോ ഒരു മാന്ത്രികന്റെ പെട്ടിയാണെന്നാ തോന്നുന്നേ. ദാ കണ്ടില്ലേ തൊപ്പി, ദാ കോട്ട്. മാന്ത്രികന്മാരുടെ തൊപ്പിക്കകത്ത് സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കാറെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ നോക്കിയാലോ? മോട്ടു, നമുക്ക് പുറത്തു പോയി നാട്ടുകാരെ മാജിക് കാണിച്ച് പൈസ ഉണ്ടാക്കാം. അതൊരു നല്ല ഐഡിയ ആണ്. മാന്യമഹാജനങ്ങളെ, ഇന്ന് ഈ മോട്ടു മാന്ത്രികനും പിന്നെ ഈ പത്ലു മാന്ത്രികനും നിങ്ങൾക്ക് വേണ്ടി ജാലവിദ്യ കാണിക്കുന്നതാണ്. എന്ത് ജാലവിദ്യ? ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഇതാ കണ്ടോ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനിപ്പോ ഇതൊന്ന് എന്താ എടുക്കാൻ പോണെന്ന് നോക്കിക്കോ. ആദ്യം അതിനകത്ത് വല്ല ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രദർ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ അവരന്മാരാ എന്നെ ഇങ്ങോട്ട് പറപ്പിച്ച് വിട്ടത്. അവന്മാരെ ഞാൻ എടുത്തോളാം. എന്റെ ഹാറ്റ്, എന്റെ കോട്ട്, കള്ളൻ കള്ളൻ. പത്ലു ശരിക്കുള്ള മാന്ത്രികൻ വന്നെന്നാ തോന്നുന്നത്. ജീവനിൽ കൊതിയുണ്ട്, ഓടിക്കോ. ചിങ്കം സർ, എന്റെ ബോക്സ് കട്ടെടുത്തവന്മാരെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് വരൂ. എന്റെ അമ്മോ, ഞാൻ എങ്ങോട്ടായി വന്നിരിക്കുന്നത്? ഇത് ഏത് ലോകമാണ്? വല്ല പാതാളത്തേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. എങ്ങോട്ടാ ഞാൻ ഈ മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും വെളിച്ചം കാണിച്ചു തരണേ. എന്റെ അമ്മോ, ഒരു വിധം ഞാൻ പുറത്തേക്ക് എത്തിപ്പെട്ടു. ഇനി ചിങ്കം വീട്ടിലേക്ക് പോകുന്നു. എന്റെ അമ്മച്ചി രക്ഷപ്പെട്ടല്ലോ. ഈയൊക്കെ ഇതുവരെ വ്യാജ മാന്ത്രികനെ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പൊ നിങ്ങളെ ശരിക്കുള്ള മാന്ത്രികൻ എന്നാന്ന് കാണിച്ചു തരാം. നിക്കണ രണ്ടുപേരും, ഇല്ലെങ്കിൽ ബക്കടം ബക്കടം. മാന്ത്രിക വടിയേ വരൂ, നമുക്കിപ്പോ പറന്നുയരാം. മാന്ത്രിക വടിയേ ഹുർ ഹുർ ഹുർ, പറന്നങ്ങുയരാം. ഫുർ ഫുർ ഫുർ. അതെ, ഇയാളൊരു അസൽ മാന്ത്രികൻ തന്നെ കേട്ടോ. നമ്മളും ഒട്ടും മോശക്കാരല്ല. അക്കടം പക്കടം മാന്ത്രിക വടിയെ പറക്കാം, നമുക്ക് പറന്നുയരാം. പത്ലു, നീ ഒരു പുലിയാണല്ലോ. അക്കടം പക്കടം മാന്ത്രിക വടിയെ പറക്കാം, നമുക്ക് പറന്നുയരാം. മാന്ത്രിക വടിയെ ഹുർ ഹുർ ഹുർ, ഉയർന്ന് പറക്ക്. ഫുർ 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 ഫുർ. മാന്ത്രിക വടിയെ ദുർഹുർ മുർ, ഉയർന്ന് പറക്ക്. കുർച്ചുർ സുർ. പറക്ക്. ഹുർ കുർ ഷുർ. അതെ, പറക്ക്.
എന്റെ പത്തലു ഇത് പറക്കുന്നില്ലല്ലോ. ഇനിയാണ് കളി തുടങ്ങാൻ പോണത്. ഇനി പോയാലും എത്ര ദൂരം പോവും നിങ്ങൾ രണ്ടാളും? എന്റെ അമ്മോ, ഇതെന്തോന്ന് മാജിക്? ഇത് ഞങ്ങൾ മാന്ത്രികന്മാരുടെ ഒരു വാഹനമാണ് ചിങ്കം സാർ. ആ 2 കള്ളന്മാരെയും പിടിക്കണം. നോ നോ, ഞാൻ ഈ മാന്ത്രിക വടിയിലൊന്നും ഇരിക്കില്ല. ഈ മാന്ത്രിക വടിയിലൊന്നും ഇരുന്ന് യാത്ര ചെയ്യുന്ന ശീലം എനിക്കില്ല. താൻ ഇതിൽ തന്നെ പറന്നു പോയേക്ക്, ഞാൻ ഈ ബൈക്ക് ഓട്ടി വന്നോളാം. നിർത്ത്, നിർത്ത്, എന്നെ താഴേക്ക് ഇറക്ക്, വേഗം താഴേക്ക് ഇറക്കാൻ. എന്റെ അമ്മച്ചി രക്ഷിക്കണേ. ആ മോട്ടുവിനെയും പത്തലുവിനെയും അന്വേഷിക്കുക. എവിടെ പോയി വിളിച്ചാലും അവന്മാരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ചെന്ന് അന്വേഷിക്കുക. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? രക്ഷിക്കേ, രക്ഷിക്കേ. ഡ്രൈവിംഗ് സീറ്റിലാ ഉള്ളത്, നേരെ നോക്കി ഓടിക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്ക്. രക്ഷിക്കണേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ നിന്നോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാലൊന്നും അവര് കേക്കില്ല. നിങ്ങള് വെടിവെച്ചേ പറ്റൂ. ഞാൻ നിന്നോട് എന്നെ ഇറക്കി വിടാനല്ല പറയുന്നത്. എനിക്ക് ഇതിന്റെ മേലെ നിന്ന് പേടിയായിട്ട് വയ്യ. വണ്ടി നിർത്ത് എന്റെ പ്രിയ നാട്ടുകാരാ, ഭാരതമാതാവിന്റെ പുത്ര. എന്റെ അമ്മോ, നിയമമാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. മര്യാദക്ക് ഇറങ്ങ്, താഴെ ഇറങ്ങാൻ നോക്ക്. മെയ്ഡേ, മെയ്ഡേ, മെയ്ഡേ. മേടേ മേടേ എന്ന് പറയുന്നത് നിർത്തിയിട്ട് ഉറക്കെ കാറി വിളിക്ക്, രക്ഷിക്കണേന്ന്. രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, ഞാൻ എന്തൊക്കെയാ കാണേണ്ടത്? എടാ മാന്ത്രിക, നിയമമാണ് സത്യം. നീ ഇതിന് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. എടാ മണ്ട, എന്റെ റിവോൾവർ എടുത്തോണ്ട് വാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി അല്ല കാര്യം. ബോസ്, അങ്ങ് മുകളിലുള്ള ആളെ കാണാൻ പോയതല്ലേ? അവിടുന്ന് എങ്ങനെയാ ഫോൺ വിളിക്കുന്നേ? അവിടെ വല്ല STD ബൂത്തോ ഫോൺ ബൂത്തോ ഉണ്ടോ? എടാ മണ്ട, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേട്ട് തൊലയ്ക്ക്. ഞാൻ മുകളിലുള്ളവരുടെ കൂടെ അല്ല, താഴെയുള്ളവരുടെ കൂടെ ഉള്ളത്. എത്രയും പെട്ടെന്ന് എന്റെ റിവോൾവർ എടുത്തോണ്ട് വാടാ. ശരി ശരി, നിങ്ങൾക്ക് അറിയാതെ പറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു. പക്ഷെ ഞാൻ ആർക്കും മാപ്പ് കൊടുക്കുന്ന വിചാരിക്കണ്ട. എന്നെ മാന്ത്രിക വടിയിൽ ഇരുത്തി എന്നിട്ട് പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. നിങ്ങളുടെ മാന്ത്രിക വടി കുറച്ചു നേരത്തേക്കൊന്ന് കടന്നു എനിക്ക്. തീർച്ചയായിട്ടും. പക്ഷേ ചിങ്കത്തിന്റെ ബോധം പോയി. ഇനി നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരാ വരുന്നതെന്ന് കാണണം. ഈ ഡോഡിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല, മനസ്സിലായോ? ഇവൻ എന്തായി കാണിക്കുന്നത്? എനിക്ക് ശ്വാസം മുട്ടത്, ഒന്ന് നിർത്തണേ. ശരിയാണ്, ചിങ്കത്തിന്റെ ബോധം പോയി. ഇനി ആരാണ് നിന്നെ രക്ഷിക്കുക? മോട്ടു പത്ലുവിന് വെല്ലുവിളിക്കുന്നത് സംഭവ്യമല്ല, അസംഭവ്യമാണ്. അസംഭവ്യം. മാന്ത്രിക വടിയെ ഹുർ 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 ഉയർന്ന് പറക്ക്, ഫുർ 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 ഫുർ.
ഹൈ സമൂസ, ഹൈ സമൂസ, സമൂസ, എന്റെ സമൂസ. ആ വിട വിട വിട, എന്തൊക്കെയായി ചെയ്യുന്നത്? ഉറക്കത്തിലും നിനക്ക് സമൂസയുടെ കാര്യം മാത്രമേ ഉള്ളോ? മോട്ടു എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്ന് വിടാനാ പറഞ്ഞ. സോറി സോറി, ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു. എത്ര നല്ല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴോ എന്റെ വിശപ്പങ്ങ് ഇരട്ടിച്ചു. ആന്നേ. ഹേ മോട്ടു, എന്റെ സഹോദര, എന്റെ ചങ്ക്, ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക, ഇതെന്താണ്? ഇതാണ് പീകോക്ക് മത്സ്യം. ഇത് വളരെ വില കൂടിയ മത്സ്യമാണ്. ഈ മത്സ്യം ലോകത്ത് വളരെ കുറഞ്ഞ രീതിയിലേ കാണാറുള്ളൂ. ആ എന്തൊരു ഭംഗി അതിനെ കാണാൻ. എനിക്ക് കുറച്ച് ജോലി ഉള്ളത് കൊണ്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കാണില്ല. അതുവരെ നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം. ഇതിനെ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാനൊന്നും കഴിയില്ല. കള്ളന്മാരൊക്കെ ഉള്ളതല്ലേ ഇവിടെ. അതെ അതെ, പിന്നെന്താ, കൂട്ടുകാരാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണല്ലോ അല്ലേ? എന്റെ ജഡ്കാ സാറേ, ഇതിനെന്താ കഴിക്കാൻ കൊടുക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെ മത്സ്യറാണി, എനിക്കറിയാം വിശപ്പ് എന്നതൊരു വല്ലാത്ത അവസ്ഥയാണെന്ന്. ഇതിലുള്ള ഭക്ഷണം മുഴുവനും നിനക്കുള്ളതാണ്. വരൂ, ഇത് മുഴുവൻ കഴിക്കൂ റാണി. ഇത് കഴിക്കുമ്പോഴേക്കും നിന്റെയും പിന്നെ എന്റെയും വിശപ്പ് മാറിക്കോളും. ദുഷ്ട അഹങ്കാരി, നിന്റെ വിശപ്പ് മാത്രം തീർത്താ മതിയോ? എന്റെ വിശപ്പ് പിന്നെ ആര് തീർക്കും? എന്റെ മോട്ടു, നീ എന്ത് പണിയെ കാണിക്കുന്നേ? താ, അതിങ്ങോട്ട് താ. ഞാൻ തരില്ല, ഞാൻ തരില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചതാ. അവിടെ നിക്ക്. സോറി സോറി. ഇതിന് സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നേ. തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ? വളരെ നന്ദിയുണ്ട് ബോക്സർ ചേട്ടാ, നിങ്ങളൊരു വലിയ മനുഷ്യൻ തന്നെയാണ്. നിങ്ങള് വലിയൊരു ദയാലുവാണ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി തരാം. എന്റെ അമ്മോ, എന്തത്? എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. ഇൻസ്പെക്ടർ ചിങ്കത്തിന് റോഡിൽ നിന്ന് വെള്ളം പിടിക്കേണ്ട ഗതികേട് വന്നല്ലോ. ലേഡീസ്, ഞാൻ ആദ്യം വെള്ളം പിടിക്കും. എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ജോലി വന്നേ, ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടേ? ഏയ്, നിങ്ങൾ ആദ്യം എന്നെ വെള്ളം പിടിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ ഇളനീര് വാങ്ങി തരാം. ആ, സത്യമാണോ? സത്യം. നാ പിടിച്ചോ, കുടിച്ചോ. കുടിച്ചോളൂ, എല്ലാവരും ഇളനീര് നല്ല കുടിച്ചോളൂ. എന്റെ അമ്മോ, ഇതാരാണത്? എന്താ ഈ കാണിക്കുന്നത്? എന്റെ ലുങ്കിയുടെ അകത്ത് കേറി എന്റെ ബനിയന്റെ ഉള്ളിൽ ഏത് കള്ളനാണ് കേറിയിരിക്കുന്നത്? എന്റെ അമ്മോ, ഇറങ്ങ്. എന്റെ അമ്മോ, താങ്ക് ഗോഡ്. ഉണ്ടായിരുന്ന ശല്യം ഏതായാലും പോയി കിട്ടി. ഇനി പുതിയ ശല്യം വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോട്ടെ. അവിടെ നിൽക്ക്. എന്റെ വല്യച്ചി, ആ മത്സ്യറാണി എനിക്ക് തരണം വേഗം. മോട്ടു, ഇനി എന്താ വേണ്ടെന്നൊന്ന് ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ അമ്മോ, പത്തിലു കാല് നല്ലോണം മുറുക്കി പിടിച്ചോട്, ഇല്ലെങ്കിൽ ഇടിച്ച് പപ്പടമൊക്കെ ഞാൻ. മോട്ടു, നീ ആ കുടം മുറുക്കങ്ങ് പിടിച്ചാ മാത്രം മതി. ഞാൻ നിന്നെ മുകളിലേക്ക് കേറ്റിക്കോളാം. നീ മുകളിലേക്ക് വലിച്ചില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ നമ്മളെ മുകളിലേക്ക് വിടും. തെറ്റുകളൊന്നും സംഭവിക്കാതെ നോക്കിക്കോ. നീ അതിനെ പച്ചക്ക് തിന്നോ മോട്ടു? ഇല്ല ഇല്ല, ഞാൻ അതിനെ തിന്നിട്ടില്ല. അതിനെ പിടിക്കാൻ നോക്ക്.
ഓടിക്കോ മോട്ടു ഓടിക്കോ. ആ പൂച്ചക്കൂട്ടത്തിന്റെ ഇടയിലെങ്ങാനും പേട്ടാ പിന്നെ നമ്മുടെ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. ആ പൂച്ചകള് മത്സ്യത്തിനെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. അതെന്റെ അവകാശമാണ്. മോട്ടു, ഞാൻ മീനിന്റെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ നമ്മുടെ എല്ലിന്റെ കാര്യം പറഞ്ഞു വന്നത്. ആ പൂച്ചകളെങ്ങാനും ആക്രമിക്കാൻ തുടങ്ങിയ വലിയ പ്രശ്നാവും. വേണ്ട വേണ്ട വേണ്ട, എന്നെയൊന്നും ചെയ്യരുത്. വേണ്ട, പൂച്ച, പൂച്ച, പോ, പൂച്ച. കടിക്കല്ലേ പൂച്ച. മാന്തല്ല, മാന്തല്ല പൂച്ച. വേണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്നെയൊന്നും ചെയ്യല്ലേ. പൂച്ച, പോ, പൂച്ച, പോ. ഓ, എന്താ ഇവിടെ നടക്കുന്നത്? ചിങ്ങത്തിന്റെ പരിധിയിൽ അടികൂടാൻ നോക്കുന്നു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ, അതർവൈസ് ഐ വിൽ ഷൂട്ട്. എന്റെ അമ്മോ, സോറി സോറി പൂച്ചകളെ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ക്യാരി ഓൺ, ക്യാരി ഓൺ. മീറ്റിംഗ്, മീറ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നു. ഏയ് പൂച്ചേ, പുറകോട്ട് പോണം, പുറകോട്ട് പോവാൻ. ഈ ഫുർഫുറ നഗരത്തിൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം ഈ ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഓക്കേ, ഒരു തെറ്റ് പറ്റിപ്പോയതാ ചേട്ടാ. ഇനി ഒരിക്കലും ഇതുപോലെ ഉണ്ടാവില്ല. ഞങ്ങൾ വിശ്വസിക്കൂ. ഞങ്ങള് വളരെ ധൃതിയിലായിരുന്നു, നിങ്ങളെ കണ്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ ബോക്സർ ഏട്ടാ, സോറി. അതൊന്നും സാരമില്ലെന്നേ. തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ? വേണ്ട വേണ്ട ബോക്സർ ചേട്ടാ, നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ പറയല്ലേ. കേൾക്കുമ്പോ പേടിയാവുന്നു. സ്നേഹത്തോടെ പറയരുതെന്നാണോ? നിനക്കൊക്കെ തോന്നുമ്പോ വന്ന് ഇടിക്കുകയും വേണം, എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ സംസാരിക്കാനും പാടില്ലെന്നാണോ പറയുന്നത്? ഇന്ന് പിടിച്ചോ 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 പിടിച്ചോ. കാലുപാട് പോയ പത്തലു. ഇപ്പൊ അടി വീഴുന്നില്ലല്ലോ, അപ്പൊ അവൻ പോയി കാണും. രക്ഷിക്കണേ. ഇനി ആ ഡോക്ടർ ജഡ്കോട് നമ്മൾ എന്ത് പറയും? എന്തെങ്കിലും ഒന്ന് ആലോചിക്കും മോട്ടോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ഒന്ന് ആലോചിക്ക്. ഐഡിയ. നീ അതിനെ പിടിച്ച് ഡോക്ടർ ജഡ്കയ്ക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് വാക്ക് തന്നാൽ ഞാൻ നിനക്ക് വയറ് നിറയെ സമോസ വാങ്ങിച്ചു തരാം. സത്യമാണോ? ഇന്ന് നിന്റെ മത്സ്യറാണി, എടുക്കന്റെ സമൂസ. എന്റെ മോട്ടോ, ഇത് കണ്ടില്ലേ എത്ര മനോഹരമായ മീനാണ്. നീ അതിനെ കരയിപ്പിച്ചു. ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ചിലർ അതിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ അതിനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അങ്ങനെ? ആലോചിക്ക്. നിന്റെ മുമ്പിൽ 1000 സമോസകൾ നിരത്തി വെച്ചിട്ട് നിന്നെ കെട്ടിയിടുന്നു. ആ സമയത്ത് നിനക്ക് സമൂസയുടെ അടുത്ത് എത്താൻ കഴിയില്ല. അപ്പൊ നിനക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും മോട്ടോ? ഇല്ല, രക്ഷിക്കണേ. ഹൃദയം പൊട്ടി മരിക്കും പത്തലു ഞാൻ. അതേ അവസ്ഥ തന്നെയാണ് ഈ മീനിനും. ഇത്രയും വലിയ തടാകം ഇവിടെ ഉണ്ടായിട്ട് അതിനൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് പത്തലു. പോയി വരൂ മത്സ്യറാണി, നീ സ്വതന്ത്രയാണ്. ഓ മോട്ടു പത്ലു, എന്റെ പീകോക്ക് മത്സ്യം എവിടെ പോയി? അതിനെ പുഴയിലേക്ക് വിട്ടു. എന്തോ? അതെ, അത് ഞങ്ങളോട് പറഞ്ഞത് ഡോക്ടർ ജഡ്ക എന്നും അതിനെ നീന്താൻ പുഴയിലേക്ക് കൊണ്ടുവരുന്നായിരുന്നല്ലോ. അതുപോലെ ഞങ്ങൾ ചെയ്തു. ഇല്ല, അത് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞതാ. ഞാൻ ഒരിക്കലും അതിനെ എവിടെയും നീന്താൻ കൊണ്ടുപോയിട്ടില്ല. ഡോക്ടർ ചട്ടുക, നിങ്ങൾ എന്താ ഈ പറയുന്നത്? മത്സ്യത്തിന് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലയ്ക്ക് പുറത്തും അകത്തും ഒന്നും ഇല്ലാതെയായോ? മോട്ടു, നീ എന്നെ മണ്ടനാക്കാൻ നോക്കുവല്ലേ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടില്ല. എന്റെ അമ്മോ, ഇത് രാവിലെ കേറിയ ലുങ്കി കള്ളം തന്നെയാണല്ലോ. ഇവന് ഇത് തന്നെയാണ് പണി. നിർത്ത്, ആരെങ്കിലും അവനൊന്ന് നിർത്ത്. രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? എന്റെ അമ്മോ, ഇതിപ്പോ നിങ്ങൾക്കാണ് പറ്റിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാ ഡാൻസ് കളിക്കണെന്ന്. ലുങ്കിക്കള്ള, ഒന്ന് വേഗം പോക. എവിടെ നിൽക്കൂ? എന്റെ മത്സ്യം എവിടെയാണെന്ന് പറയൂ. അതിന് എനിക്ക് തിരിച്ചു താ.
അല്ലെങ്കിൽ എന്റെ രോഗികളാണ് സത്യം. രണ്ടിനെ ഞാൻ പിടിച്ച് അക്കൂരത്തിൽ അടയ്ക്കും. ഇതെന്താ ഇത്? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതെങ്ങനെയാ സംഭവിച്ചത്? മോട്ടു, എന്റെ സഹോദര, എന്നെ രക്ഷിക്ക. ഡോക്ടർ ജഡ്ക, സത്യം ഇതാണ്. നിങ്ങൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു, എന്നാൽ അതാണിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രക്ഷിക്കോ.